ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ദീപൻ എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ദീപൻ. പേര് സാങ്കല്പികം. എനിക്ക് 28 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം. ഞാൻ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്. 4 വർഷത്തിന് മുമ്പാണ് എറണാകുളത്ത് നല്ലൊരു കമ്പനിയിൽ പെർമനൻ്റായി നല്ല സാലറിയിൽ എനിക്കൊരു ജോലി ലഭിക്കുന്നത്. ഞാൻ ഒറ്റ മകനാണ്. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും എന്നെ വിദേശ രാജ്യത്ത് സെറ്റിൽ ചെയ്യിപ്പിക്കാൻ ഒരാഗ്രഹവുമില്ല. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അവരത് മുളയിലെ നുള്ളി. പിന്നെ എൻ്റെ അച്ഛൻ ഉയർന്ന നിലയിലുള്ളൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് ഇത്തിരി സ്ട്രിക്ട്നെസ് കൂടുതലുമായിരുന്നു. അമ്മ വീട്ടമ്മയാണ്. അതുകൊണ്ട് തന്നെ എന്നോട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. എൻ്റെ ഇഷ്ടങ്ങൾക്കൊക്കെ കൂടെ നിൽക്കും. അച്ഛനും അമ്മയും തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ട്. അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പ്രായമുണ്ട്. അമ്മയെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയാണെന്ന് ചോദിക്കും. അങ്ങനെ പലരും ചോദിച്ചിട്ടുമുണ്ട്. തമാശയ്ക്കാണേ. അതൊന്നും പക്ഷേ അച്ഛന് ഇഷ്ടമല്ല. അച്ഛൻ്റെ സ്ട്രിക്റ്റ് സ്വഭാവത്തിലാണ് ഞങ്ങൾ പലപ്പോഴും ജീവിച്ചു പോകുന്നത്. പക്ഷേ ഇടയ്ക്ക് അമ്മയ്ക്ക് വല്ലാത്ത പ്രശ്നമാകും. ആ സമയത്ത് അച്ഛനെ എതിരിട്ട് ഓരോ തീരുമാനങ്ങൾ അമ്മ എടുക്കും. അങ്ങനെ അമ്മ കലതുള്ളി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ മിണ്ടില്ല കുറച്ച് ദിവസത്തേക്ക്. അതുകൊണ്ട് എൻ്റെ നിർണായകമായ പല കാര്യങ്ങളും അമ്മ വഴക്കിട്ട് നേടിയെടുത്തതാണ്. പ്രേമിക്കരുതെന്ന് അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു. കുടുംബ മഹിമ, ജാതി, മതം ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ കല്യാണം നടത്തൂ എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്കൊന്നും പ്രേമിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. സ്വതവേ ഗ്ലാമറൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒത്തിരി സ്ത്രീകൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിരുന്നു. പക്ഷേ എനിക്ക് പ്രേമിക്കാൻ വലിയ പേടിയായിരുന്നു മാഡം. ഞാൻ ഓഫീസിൽ ജോയിൻ ചെയ്ത് 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ പ്രേമിച്ച പെൺകുട്ടി വരുന്നത്. അവളെ കണ്ടപ്പോഴേ എനിക്ക് വല്ലാത്ത ഇഷ്ടമായി. പതിഞ്ഞ സ്വഭാവമാണ്. അധികമൊന്നും ആരോടും മിണ്ടില്ല. ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യും. എല്ലാവർക്കും ഇഷ്ടമാണ്. എങ്കിലും ആണുങ്ങളുമായിട്ടൊന്നും ഒട്ടും കൂട്ടല്ല. പതുക്കെ പതുക്കെ അവളുടെ ഇഷ്ടം നേടിയെടുക്കാൻ ഞാൻ ശ്രമിച്ചു. അവളും പക്ഷേ വീട്ടുകാർ പറയുന്ന ആളെ മാത്രമേ കല്യാണം കഴിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷേ എല്ലാം നോക്കണം. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരുപോലെയാണ്. അവളുടെ അച്ഛനും സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എങ്കിൽ പിന്നെ വീട്ടിൽ പറഞ്ഞേക്കാമെന്ന് ഞാനും വിചാരിച്ചു. പ്രേമിച്ച് നടന്നാലൊന്നും അത് ശരിയാകില്ല. അങ്ങനെ അമ്മ വഴി അവതരിപ്പിച്ചു. അപ്പം അച്ഛന് ഇഷ്ടമായില്ല. എങ്കിലും അതിന് പ്രൊപ്പോസലായിട്ട് കരുതിയാൽ മതി എന്ന് പറഞ്ഞ് അമ്മ വാശി പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും 2 വീട്ടുകാരും ഒന്ന് കണ്ടു. അപ്പോഴേക്കും അവർക്ക് ഇഷ്ടമായി. അങ്ങനെയാണ് കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കല്യാണം നടന്നത്. വിവാഹത്തിന് മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് സമയം ലഭിച്ചിരുന്നു. പക്ഷേ എന്ന് വെച്ചിട്ട് കോഫി ഷോപ്പിൽ പോകുന്നല്ലാതെ എങ്ങും കറങ്ങാൻ പോവുകയോ ഷോപ്പിങ്ങിന് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. മിക്കവാറും ദിവസങ്ങളിൽ ഓഫീസിലാണല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തായാലും കല്യാണം അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ആരംഭിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഭാര്യയ്ക്ക് ഒന്നിനോടും താല്പര്യമില്ല. ജോലി ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും സ്ലോ ആണ്. ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ്. ഞാനാണെങ്കിൽ അവളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണമെന്ന് വിചാരിച്ച് പല കാര്യങ്ങളിലും ഇറങ്ങിച്ചെന്ന് ഇനിഷ്യേറ്റീവ് എടുത്തു. പക്ഷേ അതൊന്നും അവളിൽ യാതൊരു വിധത്തിലുമുള്ള അനുരണനങ്ങളും ഉണ്ടാക്കിയില്ല. ഒരു ശില പോലെയായിരുന്നു അവർ, ഒരു കാത്ത ശില. ഞാൻ പലപ്പോഴും അവളോട് ഡിസ്കസ് ചെയ്തു, ഇങ്ങനെയല്ല, നീ റെസ്പോണ്ട് ചെയ്യണമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് പേടിയാ, പറ്റില്ല, ഇഷ്ടമല്ല, വയ്യാന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, പിന്നെ എന്താ നീ കല്യാണം കൊണ്ട് പ്രേമം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. അത്തരം ഡീപ്പായ കാര്യങ്ങളൊന്നും അവൾ ആലോചിച്ചിട്ടില്ലെന്നും കളിച്ചും ചിരിച്ച് രസിച്ചങ്ങ് പോയാൽ മതി, ഒന്നും അധികം വേണ്ട എന്നാണ് പറയുന്നത്. അവസാനം ഒരു ദിവസം ചില ബലപ്രയോഗങ്ങൾ പോലും എനിക്ക് വേണ്ടി വന്നു. അത് കഴിഞ്ഞതിൽ പിന്നെ 2 ആഴ്ച എന്നെ കുറ്റപ്പെടുത്തുകയായിരുന്നു. ഒട്ടും സഹിക്കാൻ വയ്യെന്നും ഇതൊക്കെ വലിയ പ്രശ്നമാണെന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഞാൻ പറഞ്ഞ അതല്ല, ഇങ്ങനെയൊന്നുമില്ലാതെ ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് എനിക്ക് വേണ്ട, ഇഷ്ടമല്ല, അതെനിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു, വേദനയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു പ്രശ്നം. ഞാൻ പിന്നീടും പലപ്പോഴും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു ഗുണവും ഉണ്ടായില്ല. കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. അവിടെ കൗൺസിലർ പറയുന്നതെല്ലാം തലയാട്ടി കേൾക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ പിന്നെയും തദൈവ, ഇതൊന്നും ഇഷ്ടമല്ല, പൊതുവെ കാണുന്നതും കേൾക്കുന്നതും ഒന്നും താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരാളെ ഞാൻ എന്തിനു പ്രേമിച്ച് കല്യാണം കഴിച്ചു എന്ന് എനിക്ക് സ്വാഭാവികമായി തോന്നാൻ തുടങ്ങി. ഈ പ്രേമബന്ധവും ഈ ഒരു ബന്ധവും ഒന്നും ഒരിക്കലും മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നിയില്ല. ഇത് ഡൈവേഴ്സ് ആകേണ്ടി വരും എന്നുള്ളൊരവസ്ഥയിലായി. ഇതെല്ലാം 3 മാസത്തിനുള്ളിൽ സംഭവിച്ചതാണ്. മാഡം ചോദിക്കും, കൂടുതൽ ടൈം കൊടുക്കാമായിരുന്നില്ലേ എന്ന്. കൂടുതൽ ടൈമൊക്കെ കൊടുക്കാൻ എന്താ മാഡം, മനുഷ്യനല്ലേ. ഞാൻ ഡോക്ടറെ കണ്ട് ഇവളെ കാണിച്ച് സംസാരിച്ചതുമാണ്. എന്നിട്ടും ഗുണമില്ലെങ്കിൽ പിന്നെ ഞാൻ കൂടുതൽ എങ്ങനെ സമയം കൊടുക്കാനാണ്. ആകെ കൂടി എനിക്ക് ഡെസ്പായി. എൻ്റെ മനോവിഷമം എങ്ങനെയോ അമ്മ തിരിച്ചറിഞ്ഞു. 35 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ ഓഫീസിലേക്കുള്ള ദൂരം. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കാറിലാണ് പോയിക്കൊണ്ടിരുന്നത്.
എൻ്റെ മുഖഭാവം കണ്ട് ഒരു ദിവസം അമ്മ ചോദിച്ചു, എടാ എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ. ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, അതല്ല, എന്തോ കാര്യങ്ങൾ മോനെ അലട്ടുന്നുണ്ട്, അമ്മയോട് പറ. നിന്നെ കൊച്ചിലെ മുതൽ ഞാൻ കാണുന്നല്ലേ, എനിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് നീ പ്രേമിച്ച് കല്യാണം കഴിച്ച പെണ്ണ് ശരിക്കും നിൻ്റെ സോൾമേറ്റ് ഒന്നുമല്ല. നിനക്ക് അവളെ കണ്ടപ്പോൾ അവളുടെ സൗന്ദര്യം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ വിവാഹ ജീവിതം കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് മനസ്സിലായി അവൾ നിനക്ക് അത്രയ്ക്ക് പൊരുത്തപ്പെട്ടു പോകുന്ന ആളല്ലെന്ന്. അമ്മ എന്തായി പറഞ്ഞത്? അങ്ങനൊന്നുമില്ല, അങ്ങനെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവളുടെ എടുപ്പിലും നടപ്പിലും ഒക്കെ എനിക്ക് മനസ്സിലായത് അവൾക്ക് ലോകത്ത് ഒന്നിനോടും താല്പര്യമില്ലാത്തൊരു സ്ത്രീയാണെന്നാണ്. അങ്ങനെയായിരിക്കില്ല സ്ത്രീകൾ. പുരുഷനെ കാണുമ്പോൾ, സ്വന്തം പുരുഷനെ കാണുമ്പോൾ അവൾക്കൊരു ആവേശമുണ്ടാകണം, ഇഷ്ടമുണ്ടാകണം. നിൻ്റെ അച്ഛൻ അങ്ങനെ ഇത്തിരി സ്ട്രിക്റ്റ് ആണെങ്കിലും അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇളക്കമുണ്ട്. ഈ പ്രായത്തിലും അങ്ങനെ വേണം സ്ത്രീകൾ. പക്ഷേ നിൻ്റെ ഭാര്യയ്ക്ക് നിന്നെ ശുശ്രൂഷിക്കാനോ നിന്നെ കാണുമ്പോഴോ ഒരു സന്തോഷവുമില്ല. അപ്പോൾ അവൾക്കെന്തോ കാര്യമായ തകരാറുണ്ട്. നീ വല്ല ഡോക്ടറെയും കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്മ ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഞാനിപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മ പറഞ്ഞു, ചില സ്ത്രീകൾ അങ്ങനെയാണ്, വലിയ പേടിയാണ് ഈ കാര്യങ്ങളോടൊക്കെ. ചിലപ്പോൾ അത് ചെറുപ്പകാലത്ത് കിട്ടിയ എന്തെങ്കിലും വിവരങ്ങൾ കൊണ്ടായിരിക്കും. എനിക്കും ഈ പറഞ്ഞതുപോലെ വിവാഹത്തിന് മുമ്പ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഒത്തിരി പേടിപ്പിച്ചിട്ടുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ളതല്ലേ. അപ്പോൾ പിന്നെ ആനയും ചേനയൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോവുക, അതാണ് ജീവിതം. അത് സ്ത്രീകൾ എപ്പോഴും പഠിക്കണം. പുരുഷന്മാർക്കും അങ്ങനെ തന്നെ. എന്തായാലും നീ ഇതിലിടപെടണ്ട, ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളല്ലേ, ഞാൻ പറഞ്ഞവളെ ശരിയാക്കി എടുത്തോളാം. എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ വിശദമായിട്ട് നീ എന്നോട് പറയണമെന്ന് പറഞ്ഞു. അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ദേഷ്യമാകുമെന്ന്. ഒരു ദേഷ്യവുമില്ല, ഞാൻ ചോദിച്ചോളാം. എല്ലാ കാര്യങ്ങളും നീ എന്നോട് തുറന്നു പറഞ്ഞാൽ മതി. ഒരു പോയിന്റ് പോലും വിട്ടുപോകരുത്. നീ പറഞ്ഞതൊന്നും ഞാൻ പറയില്ല. പക്ഷേ എനിക്ക് നല്ല ഒബ്സർവേഷൻ കഴിവുണ്ട്, നമുക്കും അറിയാമല്ലോ. വന്നപ്പോൾ ഒരു ചായ പോലും ഇടാൻ അറിയില്ലായിരുന്നു. ഇപ്പോൾ അവൾ അത്യാവശ്യം വീട്ടുജോലികളൊക്കെ ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഇതും. പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനും പറ്റും. നീ അതുകൊണ്ട് ഇതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ഒരാശ്വാസം തോന്നി. അമ്മ തന്നെ കണ്ടുപിടിച്ചതാണെന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ മെച്ചപ്പെട്ടാലോ. എന്തായാലും 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ എന്നോട് രാത്രി ചോദിച്ചു, നിങ്ങൾ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോന്ന്. ഞാൻ ചോദിച്ചു, എന്ത് പറയാൻ? അല്ല, നമ്മൾക്കിടയിലുള്ള പ്രശ്നങ്ങളുണ്ടെന്നോ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നോ. ഞാൻ പറഞ്ഞു, തൽക്കാലം ഞാനൊന്നും പറഞ്ഞില്ല, പക്ഷേ എനിക്കും എവിടേക്കോ എന്തൊക്കെയോ പൊരുത്തക്കേടുള്ളത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ അമ്മ അത് തന്നെ കണ്ടുപിടിച്ചാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എൻ്റെ അമ്മയ്ക്ക് ഒബ്സർവേഷൻ കഴിവ് വളരെ കൂടുതലാണ്. അപ്പോൾ അമ്മ കണ്ടുപിടിച്ചതാകാൻ വഴിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അമ്മ വിശദമായിട്ട് സംസാരിച്ചു. ചേട്ടാ, അമ്മ പറഞ്ഞു, ഭാര്യമാർ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. ഭർത്താവിനെ നല്ലപോലെ സ്നേഹിക്കണം, ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കണമെന്ന്. ഇതൊക്കെ കൗൺസിലർ എന്നോട് പറഞ്ഞതാണ്. പക്ഷേ അമ്മ അവരാരും പറയാത്ത ഒരു പോയിന്റ് പറഞ്ഞു. അതെന്ത് പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അമ്മ പറഞ്ഞത് സ്ത്രീകൾ അനങ്ങാപ്പാറകളായിരുന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് നഷ്ടം. ആക്ച്വലി പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടി ജനിച്ചവരാണ്. അവർ സ്ത്രീകളെ ഒത്തിരി സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യും. ആ ലാളനകളും സ്നേഹവും അനുഭവിക്കാതെ അനങ്ങാപ്പാറയായിരുന്നു കഴിഞ്ഞാൽ സ്ത്രീയുടെ ജന്മമാണ് ഒഴുകിപ്പോകുന്നത്. പുരുഷന്മാർക്ക് വേറെ പല ചോയ്സും കിട്ടും. നീ ഇപ്പോൾ അവനെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നീ 2ാം കിട്ടുകാരിയാകും. നിനക്ക് പിന്നെ ഒരു മാർക്കറ്റും ഉണ്ടാകില്ല. ഇവനേക്കാൾ ക്രൂരനായ ഒരാളാണ് രണ്ടാമത് വരുന്നെങ്കിൽ അവനാണെങ്കിൽ നിന്നെ പിടിച്ചെടുത്തൊരേറ് വെച്ച് കൊടുക്കും. അതുകൊണ്ട് മോളെ, ഇപ്പം തന്നെ മോള് പ്രവേശനോത്സവം നന്നായി നടത്തി ക്ലാസ് ഫില്ല് ചെയ്യുന്നത് നല്ലതെന്ന് അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാനത് കേട്ട് ഉള്ളിൽ ഊറിച്ചിരിച്ചു. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? അമ്മ പറഞ്ഞു, 10 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഒന്നും മിണ്ടരുത്, ഒന്നിനും നോ പറയരുതെന്ന്. അപ്പോൾ ഞാൻ എങ്ങനെ തീരുമാനിച്ചു ചേട്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് എനിക്ക് നല്ല സന്തോഷമുണ്ടായത്. പക്ഷേ അവളുടെ ബേസിക് സ്വഭാവം മാറാൻ ഇത്തിരി പ്രയാസമാണെന്ന് എനിക്കറിയാം. 10 മിനിറ്റാണ് എനിക്ക് അടുത്തടുത്ത ദിവസങ്ങളിൽ അനുവദിച്ചത്. അത് കഴിഞ്ഞ് 10 മിനിറ്റ് 15 മിനിറ്റായി. അങ്ങനെ പിന്നീട് ഞങ്ങൾ മിനിറ്റുകളേറിയേറി ഒരു പ്രശ്നവുമില്ലാതെ ഓക്കെ ആയി. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഒരു 8 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ മധുവിതെന്ന് പറയാം. അതുവരെ അമ്മ അവൾക്ക് നീണ്ട ഒത്തിരി ഉപദേശങ്ങൾ നൽകി. ഞാൻ അറിയാതെ അവളോടമ്മ എല്ലാ ട്രിക്കുകളും പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവൾ ട്രിക്കിലും മികച്ചവളായി. എൻ്റെ അമ്മയും അച്ഛനും തമ്മിൽ വഴക്കുണ്ടെങ്കിലും അവരുടെ ദാമ്പത്യം ഇത്രയും സ്ട്രോങ്ങായി നിൽക്കുന്നതിൻ്റെ യഥാർത്ഥ രഹസ്യം എനിക്കപ്പോഴാണ് മനസ്സിലായത്.
അമ്മ ഒരു മിടിമിടിക്ക് തന്നെയെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. പിന്നീട് അമ്മ ആ കാര്യത്തെ പറ്റിയിട്ടൊന്നും എന്നോട് ചോദിച്ചിട്ടേയില്ല. എല്ലാം ഓക്കെ ആയില്ലേടാ, പ്രശ്നമൊന്നുമില്ലോന്ന് ഒരു വട്ടം ചോദിച്ചു. ഞാൻ ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ടേയില്ല. പക്ഷേ ഇങ്ങനെ അങ്ങ് രസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചെങ്കിലും അത് നടന്നില്ല. പെട്ടെന്ന് ഭാര്യയ്ക്ക് വിശേഷമുണ്ടായി. ആദ്യ ദിവസം തന്നെ അവൾക്ക് ഛർദിലും മറ്റ് പ്രശ്നങ്ങളും ഒക്കെയായിരുന്നു. അവരുടെ വീട്ടിലുള്ളവർക്ക് അതീവ സന്തോഷമാണ്. അവരാണെങ്കിൽ ഇവളെ ഓമനപുത്രിയെ കൊണ്ട് നടക്കുകയാണല്ലോ. എന്തായാലും ഡോക്ടറെ കഴിഞ്ഞപ്പോഴേക്കും നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് അവളുടെ വീട്ടിൽ പോയി നിൽക്കണമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, അതിനെന്താ, നീ എല്ലാ സമയത്തും നിൻ്റെ വീട്ടിൽ നിന്നോ, നിൻ്റെ അമ്മയുടെ കൂടെ, അതായിരിക്കും നല്ലത്, അല്ലാതെ നിന്നെ ഞങ്ങളിവിടെ പിടിച്ചു വെക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ അനുവാദത്തോടു കൂടിയാണ് അവൾ പോയത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി കാണും. കാര്യങ്ങളൊക്കെ സ്മൂത്താണ്. അതിനിടയ്ക്കാണ് അച്ഛൻ ഉത്തരേന്ത്യൻ ടൂർ ഗ്രൂപ്പിൻ്റെ കൂടെ പോവുകയാണ്. 10-20 ദിവസം എടുക്കും, അത്രയും നാൾ ടൂറാണ് എന്ന് പറഞ്ഞൊരു പ്ലാൻ കൊണ്ടുവന്നത്. അമ്മ അത് കേട്ടപ്പോഴേ പറഞ്ഞു, ഞാൻ വരത്തില്ല, എനിക്ക് വരാനും വയ്യ, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. എനിക്കെന്തായാലും പോകാനും പറ്റില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഭാര്യയെ പോയി കാണണ്ടേ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വേറൊരു കാര്യങ്ങളുണ്ട്, സുരേഷ് എൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, അത് പിന്നെ വലിയ പുതുമയുള്ള കാര്യമൊന്നുമില്ലല്ലോ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ എപ്പോഴും നടക്കുന്നത്. അതല്ലടി, അവൻ്റെ ഭാര്യയും നിന്നെപ്പോലെ തന്നെയാണ്. അവൾ ഇത്രയും ദിവസത്തെ ടൂറിന് വരുന്നില്ലെന്ന്. 3-4 ദിവസമാണെങ്കിൽ വരും, പക്ഷേ ഇത്രയും ദിവസത്തേക്ക് അവൾക്ക് വരാൻ വയ്യാന്ന്. നിനക്കറിയാമല്ലോ, അവർക്ക് കുട്ടികൾ പോലുമില്ല. അപ്പോൾ അവളിവിടെ വന്ന് നിൽക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, അതിനെന്താ, അവളിവിടെ വന്ന് നിൽക്കാൻ പ്രത്യേകം ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ, മാസത്തിലൊരിക്കലെങ്കിലും ഇങ്ങോട്ട് വരുന്ന ആളുകളല്ലേ എന്ന് പറഞ്ഞു. അവരിവിടെ വന്ന് തങ്ങിയിട്ടൊന്നുമില്ല, എങ്കിലും ഇടയ്ക്ക് വരും. അച്ഛനേക്കാൾ 5 വയസ്സിനുള്ളതാണ് സുരേഷ് ചേട്ടന്. പുള്ളി ഇപ്പോൾ ഗവൺമെൻറ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിട്ടയർ ആയിട്ടില്ല. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷമായി. ഇതുവരെയും കുട്ടികളില്ല. അവർ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ആൻറ്റിയും അങ്കിളും തമ്മിലും ഏകദേശം ഒരു 10 വയസ്സിൻ്റെ എങ്കിലും വ്യത്യാസം കാണും. അവർക്ക് 39 വയസ്സെന്നാണ് അമ്മ പറഞ്ഞത്. പിന്നെ എനിക്കും ജസ്റ്റ് പരിചയമുണ്ട്, കുറേ കാലമായിട്ട് കാണുന്ന ആളുകളല്ലേ. അങ്ങനെ അവർ ടൂർ പോകാൻ നേരത്ത് ഗിരിജ ആൻറ്റിയെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. പുള്ളിക്കാരി ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ്. നല്ല ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്ന ആൾ. എൻ്റെ അമ്മയേക്കാൾ ചെറുപ്പമാണല്ലോ അവർ, അതുകൊണ്ട് തന്നെ ഊർജ്ജസ്വലയാണ്. 2 പെണ്ണുങ്ങളുടെ ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ കളിയും ചിരിയും ഗോസിപ്പുകളും തമാശകളും ഒക്കെയായി. ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും ഗിരിജാൻ്റെ വക പല സംഗതികളോടെ കാണും. നല്ല അസൽ കുക്കാണ്, മോൻ കഴിക്കടാ എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് പലതും നിർബന്ധിച്ച് കഴിപ്പിക്കും. അമ്മ വെക്കാത്ത പല പൊതു വിഭവങ്ങളും അപ്പോഴാണ് ഞാൻ ആസ്വദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഓ ആൻറ്റി ഒരു സംഭവം തന്നെ. ഭാര്യയ്ക്ക് പല അസ്വസ്ഥതകളുമുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതും അവൾക്കത്ര ഇഷ്ടമല്ല. രാത്രിയിൽ ഫോൺ വിളിച്ചാൽ മതി, അതുകൊണ്ട് തന്നെ ആഴ്ചയിലൊരിക്കൽ മാത്രമേ ഞാൻ അങ്ങോട്ട് പോകുകയുള്ളൂ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി എന്നോട് പറഞ്ഞു, ഏയ് അതൊക്കെ പെണ്ണുങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ചില സമയത്ത് ഭർത്താവിന് ഇഷ്ടമല്ല ഇത്രയും അസ്വസ്ഥതകളൊക്കെ വരാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഭർത്താവ് കാരണക്കാരനായല്ലോ എന്ന് വിചാരിച്ചാകുമെന്ന്. പെട്ടെന്ന് തന്നെ ആൻറ്റി മുഖം ഒന്ന് മങ്ങിയിട്ട് പറഞ്ഞു, ഞാനത് പറയുമ്പോൾ ഓർക്കും, നിങ്ങൾക്ക് കുട്ടികളില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങളിങ്ങനെ പറയുന്നതെന്ന്. മറ്റുള്ളവർ പറഞ്ഞു കേട്ട അറിവാണെന്ന്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നീ സംസാരിക്കാതിരിക്കുമെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ആൻറ്റി, ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തില്ലേന്ന്. എൻ്റെ പൊന്നുമോനെ, എത്ര വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ്, അങ്ങേർക്കാണ് കുഴപ്പം, ഇതുവരെയും ഒന്നും മെച്ചപ്പെട്ടിട്ടില്ല. പുള്ളി പറഞ്ഞത് സ്വാഭാവികമായി എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ സംഭവിച്ചോട്ടെ, ലക്ഷക്കണക്കിന് രൂപ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ്. പുള്ളിയുടെ സഹോദരിയുടെ മക്കളൊക്കെയുണ്ട്, അവരെ മക്കളായി കണക്കാക്കാമെന്നാണ്. ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാൻ പോയിട്ടില്ല. പുള്ളിയെ പിണക്കാനും പറ്റില്ല. കാര്യം എനിക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും നല്ല ഭർത്താവാണ്. എൻ്റെ ഒരു കാര്യത്തിനും ഒരു നോയും പറയില്ല. അത്തരമൊരു മനുഷ്യനെ കിട്ടിക്കഴിയുമ്പോൾ കുട്ടികളില്ലെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങളോർത്ത് ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ. അതുകൊണ്ട് അടങ്ങി ജീവിക്കുന്നു. പിന്നെ ഫ്ലാറ്റിലൊക്കെ ആയതുകൊണ്ട് അധികമാരും നമ്മളോട് ചോദിക്കുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല. അപ്പോൾ പിന്നെ അത്ര വലിയ പ്രശ്നമില്ല. ഇതിപ്പോൾ നാട്ടുപുറത്തായിരുന്നെങ്കിൽ 100 പേര് ചോദിച്ചേനെ, എന്താ കുട്ടികളില്ലാത്തത്, ആരുടെ കുഴപ്പമാ എന്നൊക്കെ. പക്ഷേ അതൊന്നുമില്ലാതെ ഏകദേശം പ്രശ്നമില്ലാതെ കഴിഞ്ഞു പോവുകയാണ് എന്ന് ആൻറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞു, സോറി കേട്ടോ, അറിയാതെ ഞാൻ ചോദിച്ചാണെന്ന്. അതിപ്പോൾ സാരമില്ല, നീ ചോദിച്ചാൽ എനിക്കെന്താ, നീയോ ചേച്ചി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല യഥാർത്ഥ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട്, അല്ലാതെ മറ്റുള്ളവരോട് എനിക്കത് ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. 4ാമത്തെ ദിവസം രാത്രി ഞാൻ സിറ്റൗട്ടിലിരുന്ന് എൻ്റെ ലാപ്ടോപ്പിലെ ചില കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അമ്മ വന്ന് എൻ്റെ അടുത്തിരുന്നു. ആൻറ്റി എന്തി അമ്മേ? അവൾ പോയി ഗസ്റ്റ് റൂമിൽ കിടന്ന് ഉറങ്ങിക്കാണും. നേരത്തെ ഉറങ്ങുക, 2 പേരും കൂടെ തന്നെയല്ലേ ഉള്ളൂ, നേരത്തെ ഉറങ്ങി ശീലിച്ച് കാണും, നമ്മളെപ്പോലല്ല. ഞാൻ മൂളി. അപ്പോൾ അമ്മ പറയുകയാണ്,
ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നല്ലേ, അവളുടെ കാര്യം കഷ്ടം തന്നെ. ഞാൻ പറഞ്ഞു അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിപ്പോൾ അവരെ സഹായിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, എടാ നിൻ്റെ കാര്യത്തിൽ ഞാൻ വന്ന് നിന്നെ സഹായിച്ചു, അപ്പം നിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ലേ, അതുപോലെ അവളുടെ ജീവിതത്തിലും ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ മാറ്റമുണ്ടാകും. അതിനിപ്പോൾ പുള്ളിക്ക് എന്ത് കുഴപ്പമല്ലേ, ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, ഡോക്ടറുമല്ലേ സഹായിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെയാണ് അവളുടെ ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്രയും കാലമായിട്ടും എനിക്കത് മനസ്സിലായില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ഇങ്ങനെ 2-3 ദിവസം ഇരുന്നപ്പോഴാണ് അവൾ ഉള്ളിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞത്. എന്താമേ, എന്താ എനിക്ക് സംഭവിച്ചത്? എടാ അവിടെ ഭർത്താവിന് ഒട്ടും താല്പര്യമില്ല ഈ കാര്യത്തോടൊക്കെ. വല്ല ആണ്ടിനോ ചങ്ക്രാന്തിക്കോ കോഴി കൂവുമ്പോഴോ മാത്രമാണ് ഭാര്യയും ഭർത്താവും മുഖാമുഖം ഒന്ന് നോക്കുന്നത്. അങ്ങേർക്ക് ഇങ്ങനൊരു വിഷയത്തിനോട് യാതൊരു താല്പര്യമില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടേ അങ്ങേര് ഒരു ഗുണവുമില്ലാത്ത ആളാണെന്നാണ് അവളിപ്പോൾ പറഞ്ഞത്. ഒന്ന് പോവാമേ, ചുമ്മാ പറഞ്ഞായിരിക്കും. അവർ തമ്മിൽ എത്ര ജോളിയാണ്, എത്ര നല്ല രീതിയിലാണ് അവരോട് വരുമ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. നല്ല ഐഡിയൽ കപ്പിളായിട്ട് തോന്നില്ലേ? എടാ അതൊക്കെ എന്ന് പറയുമ്പോഴേക്ക് സ്നേഹമുണ്ട്, സ്നേഹമൊക്കെ അങ്ങേർക്കുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒരു താല്പര്യമില്ല. എങ്കിൽ പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കാൻ വയ്യായിരുന്നോ? അതൊക്കെ അവളെടുത്ത് നോക്കിയതാണ്. നിൻ്റെ കാര്യത്തിൽ ഞാനൊന്ന് ബൂസ്റ്റ് ചെയ്തപ്പോൾ നിൻ്റെ കാര്യം സക്സസ് ആയി. പക്ഷേ ഭർത്താവ് എങ്ങനെയായപ്പോൾ ഒരിക്കൽ പോലും അവൾ ഒന്നും ചോദിച്ചില്ല, അങ്ങേരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നു. വല്ല മഴ പെയ്യുമ്പോഴോ ഇടിവെട്ടുമ്പോഴോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് എന്നവൾ വിചാരിച്ചു. സ്ഥിരമായിട്ടുള്ള ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമേ മോനെ മെച്ചപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇതിപ്പോൾ ഒത്തിരി ഗ്യാപ്പുകളാണ്. അല്ല അങ്ങനെയൊക്കെ ആണെങ്കിലും വേറെ പരിശോധനകളൊക്കെ ചെയ്തല്ലേ, അപ്പം അങ്ങേർക്ക് കുഴപ്പമാണെന്ന് മനസ്സിലായല്ലോ. അതൊക്കെ ഓക്കെയാടാ, മരുന്ന് കഴിക്കുന്നു എങ്കിലും നല്ല രീതിയിൽ എല്ലാ ദിവസവും അവർക്ക് ഒന്നിച്ച് നിന്നുകൂടെ, എങ്കിലല്ലേ റിസൾട്ട് ഉണ്ടാക്കുകയുള്ളൂ. ഒരു പുരുഷനാണെങ്കിലും പ്രവർത്തനക്ഷമമായിരുന്നാലല്ലേ മരുന്ന് ഫലിക്കുകയുള്ളൂ. അമ്മ പറഞ്ഞത് ശരിയായിരിക്കുന്നല്ല, ശരി തന്നെയാണ്. അവളുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇപ്പം ഞാൻ ചോദിക്കുമ്പോൾ പറയുകയാണ് 8 മാസമായെന്ന്. എന്തോ കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇങ്ങനെയൊക്കെയുള്ളവരെ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നാൽ ഡോക്ടറെ പോയി കാണുക, അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുക. ഇതൊക്കെ വല്ലപ്പോഴൊക്കെ നടത്തുന്നുണ്ട്. ഇവരൊക്കെ ആര് രക്ഷിക്കും? ആരെങ്കിലുമൊക്കെ നല്ല രീതിയിൽ കുതന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കിൽ ഇവരൊക്കെ ശരിയാകൂ. നിൻ്റെ ഭാര്യയോട് യഥാർത്ഥത്തിൽ നല്ല ഭാഷയിൽ അങ്ങോട്ട് വിവരിച്ചപ്പോഴാണ് അവൾ ശരിയായത്. ഈ പോകുന്ന കൗൺസിലേഴ്സൊന്നും അങ്ങനെ പറയില്ലടാ, അവരിങ്ങനെ പരത്തി പറയും. പച്ചയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, പച്ചയ്ക്ക്, എങ്കിൽ മാത്രമേ നന്നാകൂ. നിൻ്റെ ഭാര്യയുടെ അടുത്ത് അതാ എനിക്ക് ഫലിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനൊന്നും പ്രൊഫഷണൽസ് സംസാരിക്കില്ല. അമ്മ ഇപ്പോൾ പോയി അങ്ങേരോട് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താകും? അപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ വേണ്ട, ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങേരെ എൻ്റെ അടുത്തേക്ക് വന്നേക്കും. എന്തായാലും അവളോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കതിരെ കൊണ്ട് വളം വെച്ചിട്ട് വലിയ കാര്യമുണ്ടോ അമ്മേ? എടാ 38 വയസ്സ് 39 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കതിരൊന്നുമല്ല, നല്ല കൊയ്യാൻ ഭാഗത്തിലുള്ള കതിര് തന്നെ, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് അമ്മ എന്നെ നുള്ളി. അമ്മ ഇത്രയും വിശദമായിട്ട് എന്നോട് സംസാരിക്കുന്നത് ആദ്യമാണ്. പിന്നെ മോനെ, ഞാൻ വേറൊരു കാര്യം നിന്നോട് പറയുകയാണ്. അവൾക്കാണേ നിന്നെ കാണുമ്പോൾ ഒരിളക്കം, നിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ അവളുടെ മുഖം അങ്ങ് പ്രകാശിക്കുന്നു. എനിക്ക് തോന്നുന്നത് നിന്നെ കണ്ടപ്പോൾ അവൾക്കൊരു ഇളക്കമുണ്ടെന്ന്. ഒന്ന് പോവമ്മേ, അവർക്ക് എന്നെ മോനെ പോലല്ലേ ഉള്ളൂ. പിന്നെ മോനെ 10-12 വയസ്സിൻ്റെ വ്യത്യാസമല്ലുള്ളൂ നിങ്ങൾ തമ്മിൽ. ഞാൻ പറഞ്ഞ അമ്മ എന്തോ പറഞ്ഞു വരുന്നത്? അല്ലടാ, അവളിനി വന്ന് നിന്നോട് അടുത്ത് പെരുമാറുകയാണെങ്കിൽ നീ മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല. വഴി തെറ്റിക്കാനൊന്നും ഞാൻ നോക്കിയതല്ല. പക്ഷേ നീ ഇപ്പോൾ കല്യാണം കഴിച്ചു, നിനക്ക് ലൈസൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ നിൻ്റെ വഴിക്കാണ്. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എടാ കിട്ടിയ അവസരം നീ മുതലാക്കുക. അവൾ അടുത്ത് വരികയാണെങ്കിൽ നീ മിണ്ടട്ട. നിൻ്റെ ഭാര്യ എന്തായാലും റെസ്റ്റിലാണല്ലോ. ഇനിയിപ്പം നിനക്ക് ബാധകളൊന്നുമില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നോട് പല നിയന്ത്രണങ്ങളും പറഞ്ഞു. ഇനിയിപ്പോൾ ആവശ്യമില്ല. എന്തിനാടാ നിൻ്റെ ഭാര്യയെ മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്നത്? നീ ഇപ്പോൾ എൻജോയ് ചെയ്യേണ്ട പ്രായമാണ്. ഇനി നിനക്ക് ഒത്തിരി റിലാക്സേഷൻ കിട്ടേണ്ട സമയമാണ് എന്നൊക്കെ പറഞ്ഞു. അമ്മ ചുമ്മാ പറയുന്നതാണെന്ന്. ചുമ്മാ പറയുന്നതല്ലടാ. അവൾക്ക് ശരിക്കും അവളുടെ ചെറുപ്രായത്തിൽ നിന്നെപ്പോലിരിക്കുന്ന ഒരുത്തിനെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹമെന്ന് വരെ അവൾ പറഞ്ഞു. പക്ഷേ ഡയറക്റ്റ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എങ്കിലും എനിക്ക് തോന്നുന്നു അവൾ നിന്നോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ കണ്ണടയ്ക്കും. കാര്യം ആ സ്ത്രീ ഒത്തിരി അധികം പരീക്ഷണങ്ങളിൽ കൂടി കടന്നു വന്നതാണ്. അവർക്ക് വേണ്ടപ്പെട്ടതെല്ലാം നിഷേധിക്കപ്പെട്ടതാണ്. വേണ്ടതെല്ലാം നിഷേധിക്കപ്പെട്ട വേദന നിനക്കും അറിയാമല്ലോ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോനെ, അവളെ സഹായിക്കേണ്ടത് നിൻ്റെയും കൂടെ കടമയാണെന്ന്. അമ്മ എന്തൊക്കെ ഈ പറഞ്ഞത്? തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നം എനിക്കില്ല. എനിക്ക് നല്ല വെളിവുണ്ട്. ഒരു കുഴപ്പമില്ലടാ.
നീ അവളെ ഒന്ന് ഗവനിക്കൂ. അവൾ അടുത്ത് വരികയാണെങ്കിൽ നീ നോ എന്ന് പറയരുതെന്ന് അമ്മ എന്നോട് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. അമ്മ എഴുന്നേറ്റ് പോയപ്പോഴും ഞാനിങ്ങനെ ഇരുന്നു. എന്താണ് ഇതിൻ്റെ പൊരുളെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവിടെ തന്നെ ഇരുന്ന് ബാക്കി വർക്കും ചെയ്തു. എനിക്ക് മനസ്സിൽ ആശങ്കകളായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അമ്മ വരുന്ന പോലെ തോന്നി. പക്ഷേ അമ്മയല്ലായിരുന്നു, അത് ആൻറ്റിയാണ്. ആൻറ്റി വന്ന് എൻ്റെ അടുത്തിരുന്നു. എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നി. ആൻറ്റി അടുത്തിരുന്ന് നീ എന്താ കാണിക്കുന്നത്, എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ അതിന് മറുപടി പറഞ്ഞു. ചേച്ചി നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ചോദിച്ചു. ഞാൻ പറഞ്ഞു. അല്ല, ആൻറ്റിക്കെന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ? അത് മോനെ എനിക്കറിയില്ല. ഇവിടെ വന്നതിൽ പിന്നെ ചേച്ചിയുമായിട്ട് സംസാരിച്ചപ്പോൾ ചേച്ചി കുറേ കാര്യങ്ങളും പറഞ്ഞു. നിൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളും ചേച്ചി അത് സോൾവ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും നിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഒരൊരാണാണ് നീയെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായി. അന്നേരം തൊട്ട് എൻ്റെ കണ്ണ് നിന്നിലാണ്. എൻ്റെ ജീവിതത്തിൽ സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അധികമില്ല, പക്ഷേ ഇഷ്ടപ്പെട്ടൊരു ജീവിതം അതെനിക്ക് കിട്ടിയിട്ടില്ല. നിൻ്റെ കഥ കേട്ട് നിന്നെ കണ്ടപ്പോൾ എനിക്കെന്തോ വല്ലാത്ത മോഹങ്ങൾ ഉള്ളിൽ ഉറഞ്ഞു പൊങ്ങി. അറിയാതെ ചേച്ചിയോട് ഞാൻ അത് പറയുകയും ചെയ്തു. ചേച്ചി ഇപ്പോൾ പറഞ്ഞത് വിചിത്രമായ മറുപടിയാണ്. നിനക്ക് ഇഷ്ടമാണെങ്കിൽ അതിനുള്ള അവകാശവും നിനക്കുണ്ട്. ഒന്നും സാധിക്കാതെ ആരും ഇവിടം വിട്ടു പോകരുതെന്നാണ് ചേച്ചി പറഞ്ഞത് എന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെയധികം സപ്പോർട്ടും ഇൻട്രസ്റ്റും ഉണ്ടായത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് എന്തുത്തരങ്ങൾ ആൻറ്റിയോട് പറയണമെന്ന് അറിയില്ലായിരുന്നു. ആൻറ്റി അടങ്ങിയിരുന്നില്ല. എന്തായാലും നിൻ്റെ അമ്മ എനിക്ക് അനുവാദം തന്നു. അപ്പോൾ പിന്നെ നിന്നെയും കൊണ്ടല്ലാതെ ഞാൻ പോകില്ലെന്ന് പറഞ്ഞു. ആൻറ്റി പ്ലീസ്, ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഒന്നും പറയേണ്ട കാര്യമില്ല. നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നിൻ്റെ കഥ കേട്ടപ്പോഴേ എനിക്ക് തോന്നി. ഞാനെന്താടാ സുന്ദരിയല്ലേ, നീ മസിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ചേച്ചി അതിർത്തികൾ ലംഘിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. നീ ലാപ്ടോപ്പ് മടക്കി വയ്ക്കൂ, അതൊക്കെ നാളെയും പറ്റും. ഇപ്പോഴാണ് നമ്മുടെ സാഹചര്യം എന്ന് പറഞ്ഞ് ചേച്ചി ഒരു മായാജാലക്കാരിയെ പോലെ എന്നെ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. മായാജാലക്കാരി മായാജാലക്കാരി എന്നുള്ള ഹിറ്റ് പാട്ട് എൻ്റെ മനസ്സിൽ കൂടി ഓടുകയായിരുന്നു. ആ പ്രഭാവത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആർക്ക് രക്ഷയില്ലെന്ന് എനിക്ക് തോന്നി. ഇത്രയും പ്രഭാവമുള്ള ആൻറ്റി ഭർത്താവിൻ്റെ കൂടെ എങ്ങനെയാണ് ഇങ്ങനെ ജീവിച്ചത്? ഒരു പിടിയുമില്ല. കൊമ്പും കുഴൽവിളിയും തപ്പും തകിലും ചെണ്ടമേളവും എല്ലാം ആ മായാജാലക്കാരിയുടെ കയ്യിൽ ഭദ്രം. സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞതുപോലെയായിരുന്നു അവരുടെ സ്വഭാവം. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി അനുഭവിച്ചറിയുകയായിരുന്നു. നോ എന്ന് പറഞ്ഞെങ്കിൽ എന്തൊരു നഷ്ടം. വലയിലകപ്പെട്ട ചെമ്മീൻ ശരിക്കും സന്തോഷിക്കുമെന്ന് അപ്പോൾ എനിക്ക് തോന്നിപ്പോയി. എന്തായാലും അടുത്തുള്ള എല്ലാ ദിവസങ്ങളിലും ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയായിരുന്നു. അമ്മ പിന്നീട് എന്നോട് സംസാരിക്കുകയോ കണ്ടഭാവം നടിക്കുകയോ ഒന്നും ചെയ്തില്ല. വളരെ സോഫ്റ്റായി നോർമലായി പെരുമാറി. അവർ പോയപ്പോൾ എനിക്ക് വല്ലാത്ത നഷ്ടബോധമായിരുന്നു. ടൂറൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞത് ഒരു കാര്യം, എന്തായാലും ഇപ്പോൾ അവൾ ഭർത്താവിൻ്റെ കൂടെ ആണല്ലോ, ഞാൻ അവളോട് പല ട്രിക്കുകളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവളുടെ ആശകൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് അവൾ ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ അവളുടെ പേരുദോഷങ്ങളൊക്കെ നീ അങ്ങ് തീർത്ത് കൊടുക്കണം. അത് മണ്ടനായ അവളുടെ ഭർത്താവ് വിചാരിച്ചോളും. അമ്മേ അത് തെറ്റില്ലെന്ന് ചോദിക്കുമ്പോൾ ഇതിൽ തെറ്റി ശരിയൊന്നുമില്ല. അവളും ഒരു സ്ത്രീയല്ലേ, അമ്മയാകണ്ടേ, അതിന് നമുക്ക് ഒരു സഹായം അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അമ്മ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അതിന് പല അവസരങ്ങളും ഉണ്ടാക്കി. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ആൻറ്റിയും ഓക്കെയാണ്. അവർക്ക് വിശേഷങ്ങളുടെ ഘോഷയാത്രയാണ്. എനിക്ക് മാത്രം ഇപ്പോൾ ഇത്തിരി കുറ്റബോധം തോന്നുന്നു. എൻ്റെ അമ്മ എന്തുകൊണ്ട് എന്നെ നിർബന്ധിച്ചെന്ന് എനിക്കറിയില്ല. ചോദിച്ചപ്പോൾ അമ്മ ചിരിക്കുകയാണ്. ആകെ കൺഫ്യൂഷനാണ് എൻ്റെ മനസ്സിൽ. ശരിയാണ്, അമ്മ എന്തുകൊണ്ടാണ് ഇത്രയും ലാളിച്ച് വളർത്തിയ മകനോട് ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തത്, വിചിത്രമായി പെരുമാറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്കറിയില്ല. ഒരു പക്ഷേ പുരുഷന്മാരെ അവർ നന്നായി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം, മകനൊരു വ്യക്തിയായിട്ട് കണ്ടതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് സദാചാരമില്ലാതെ ചിന്തിക്കാൻ കഴിയുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആരും വിചാരിക്കാത്ത നിഗൂഢമായൊരു മനസ്സോ സഞ്ചാര വഴികളോ അമ്മയ്ക്ക് കാണുമായിരിക്കും. എന്തായാലും ഇതൊക്കെ വളരെ റിസ്ക്കാണ്. എന്ത് രീതിയിലാണെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക്
വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇനിയിപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇതൊക്കെ നടന്നു കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനി ബുദ്ധിപൂർവ്വം നീങ്ങുക, അതിൽ നിന്നൊക്കെ പിന്മാറി നിങ്ങളുടെ ജീവിതം ശ്രദ്ധിക്കുക. അതായിരിക്കാം നല്ലത് കേട്ടോ.